അത് എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ സ്കൂൾ ടൈം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രോജക്റ്റ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നീ കാരണമാണത് അപ്പോൾ അങ്ങനത്തെ ഓഫ് കോഴ്സ് കുറേ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സ്കൂൾ ടൈമിൽ ഹൗ ടു ഹാൻഡിൽ ദാറ്റ് എന്നുള്ളത് അറിയാതെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ബട്ട് ലേറ്റർ ഓൺ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണ്ടേ. ഇപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞത് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഇപ്പം എനിക്ക് തോന്നുന്നു ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ ആ ഒരു ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ലൈക്ക് ആക്ടിങ്ങിൽ കൂടുതൽ സജീവമാവുന്നത്. അപ്പോൾ ആ ഒരു ഇത് ലൈക്ക് നമ്മൾ അത്രയും പഠിച്ച് നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് ഉറക്കവും ഇല്ലാണ്ടൊക്കെ ഇരുന്ന് പഠിച്ച ആ ഒരു ഇതൊക്കെ വേണ്ടാന്ന് ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും. ഇത് ശരിയാവോ, വർക്കാവോ, ലൈക്ക് ഞാൻ വിചാരിച്ചൊരു ഇത് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ച ഒരുപാട് ഇതുണ്ടാവുമല്ലോ, നമുക്ക് ഒരുപാട് ഇന്നർ തോട്ട്സ് ഉണ്ടാവുമല്ലോ. എന്തൊക്കെയായിരുന്നു മനസ്സിൽ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നത്? ഈ ആക്ടിംഗ് എന്നുള്ള ഫീൽഡേ എൻ്റെ ഡിക്ഷണറിയിലില്ല. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പഠിച്ച് എനിക്ക് സോഫ്റ്റ്വെയറിൽ നല്ലൊരു പൊസിഷൻ ആവണം, ആ ഒരു ഡ്രീമിൽ തന്നെ വന്ന ഒരാളാണ്. ബട്ട് ഞാൻ ഐ എം എ വെരി ഇമോഷണലി ബോണ്ടഡ് വിത്ത് മൈ ഫാമിലി. ഓക്കെ, ഒരു രക്ഷയില്ല, അങ്ങനെയാണ്. അപ്പം നമ്മുടെ പാലക്കാടാണ്. അപ്പോൾ ഒരു 23 കഴിഞ്ഞ ഉടനെ എവ്രിബഡി വിൽ ആസ്ക് ഫോർ മാരേജ്. ഇത് നമുക്ക് സോഫ്റ്റ്വെയറിൽ മുന്നേറണം, അത് ഇതെന്നൊക്കെ പറഞ്ഞാലും അവർക്ക് പാരൻസിന് അത് അക്സെപ്റ്റബിൾ ആവണമെന്നില്ലല്ലോ. പിന്നെ നമുക്ക് ഈ ജാതകം, ജോത്സ്യൻ ഇതൊക്കെ വലിയൊരു ഫാക്ടേഴ്സ് ആയതുകൊണ്ടും ഒന്നും പ്രപ്പോസൽസ് ഒന്നും ചേരാതെ ഭയങ്കര ടെൻഷനായിരുന്നു ഇവർക്ക്. നമുക്ക് ടെൻഷൻ ഇല്ല കേട്ടോ, നമുക്ക് വേണ്ടേ വേണ്ട, അതായിരുന്നു നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര കൺവിൻസ് ചെയ്തു, എങ്ങനെയാണ് അതാണ് ഇതാണ്. അങ്ങനെയാണ് ഫൈനലി ഐ മാരിഡ് രാഹുൽ. ഓക്കെ, അപ്പം ആ സമയത്ത് ഇവർക്ക് ട്രാൻസ്ഫർ കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. സോ നോ പ്രോബ്ലം. പിന്നീടാണ് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഐ കെയിം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അയ്യോ പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന്. ബിക്കോസ് ഇവർക്ക് മറ്റേ ഔട്ട് ഓഫ് കേരള, ഇപ്പൊ ICICI Prudential ഇവർ വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് ഔട്ട് ഓഫ് കേരള അന്ന് ഓപ്ഷൻ ഇല്ല. സോ ഇൻസൈഡ് കേരളയാണ്. സോഫ്റ്റ്വെയർ എന്താന്ന് പോലും അറിയാത്ത ടൈമിൽ ഞങ്ങൾ കോഴിക്കോടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പം നല്ല സുഖമായിട്ട് ബിരിയാണിയും, എനിക്ക് കോഴിക്കോട് ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പം ഞാൻ അവിടുത്തെ സോഫ്റ്റ്വെയർ ഒന്നും ഇല്ലല്ലോ, അപ്പം വിദ്യാകേന്ദ്ര പറഞ്ഞിട്ടുള്ള ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അപ്പോഴും ഈ ആർട്ട് ഇൻഡസ്ട്രി ഇതൊന്നും നമ്മുടെ മനസ്സിലില്ല. ഓക്കെ, അബ്സല്യൂട്ട്ലി ബ്ലാങ്ക്. സോ അവിടുന്നായി പിന്നെ മോനെ ക്യാരി ചെയ്തപ്പോൾ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മോൻ്റെ ഡെലിവറിയും മെക്കോനിയം ആസ്റ്റീനും ഒക്കെ ഉണ്ടായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയ കുഞ്ഞ. അന്ന് മുതൽ ഐ തോട്ട് ലൈക്ക് ഐ റിസൈൻ, ജോബ് വേണ്ട. ഓക്കെ, അങ്ങനെ ജോബില്ല. പിന്നെ മോൻ്റെ വളർച്ച അതാണ്. പിന്നെ 2 years ആയപ്പോഴാണ് എൻ്റെ അച്ഛൻ പെട്ടെന്ന് മരിക്കുന്നത്. അപ്പം അത് മോന് ഭയങ്കര വലിയൊരു ഇമ്പാക്റ്റ് ആയിരുന്നു. അപ്പം മദർ ഇൻ ലോ ആണ് ഇങ്ങനെ ഒരു രാരീരം ഒരു ദിവസം കൊണ്ടുപോകും. പിന്നെ ഇറ്റ് ചേഞ്ച് മൈ ലൈഫ്. സോ അങ്ങനെ അല്ലാതെ ആർട്ട് ഇൻഡസ്ട്രി ഇത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ഇമോഷണലി ബ്രെയിന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇനി ഒരു സങ്കടം പറഞ്ഞാൽ ഞാൻ വീഴും. മോനായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആണ്. ഇപ്പൊ ചേച്ചി റീസെന്റ് കൊടുത്തൊരു ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ടായിരുന്നു, മോനെ സ്കൂളിൽ വിടാൻ പേടിയാവുക എന്നൊക്കെ പറഞ്ഞു. മേ ബി അത് ഇപ്പോഴത്തെ ഒരുപാട് നമ്മൾ റീസെന്റ് നടക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ചേച്ചിക്ക് അതിനെപ്പറ്റി ചേച്ചിയുടെ പെർസ്പെക്റ്റീവിൽ എന്താ പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ അത് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് പറയേണ്ടി വരും. നമുക്ക് എത്ര മക്കളാണെങ്കിലും ഇപ്പോഴത്തെ നമ്മൾ പേപ്പർ ന്യൂസും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാതെ പേടി തോന്നും. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ എന്താ പറഞ്ഞു കൊടുക്കുക, മോനെ തെറ്റ് കണ്ട അത് പറയണം എന്നായിരുന്നു ഞാൻ പഠിപ്പിച്ചത്. ഏറ്റവും വലിയൊരു അബദ്ധം ഇപ്പം ചെയ്തത് അതാ. ഇക്കാലത്ത് നമ്മൾ ഒരാളെ എന്തെങ്കിലും ഒരു ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ റെസ്പോൺസ്? എന്ത് ചെയ്യുന്ന പ്രിഡിക്റ്റബിൾ ആണോ? അല്ല. അപ്പോൾ മോനെ റിയാക്ട് ചെയ്യരുത്. ഇത്രയും കാലം പഠിപ്പിച്ച ഒരു സാധനം റിയാക്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒരു പിയർ പ്രഷർ, ഇപ്പോൾ 8th സ്റ്റാൻഡേർഡ് ആയി, അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെ ലൈക്ക് നമുക്ക് ഇപ്പോഴത്തെ ഒരു റൂള് പ്രകാരം ആർക്കും സ്ട്രിക്റ്റ് ആവാനും ഒന്നും പറ്റില്ലല്ലോ. സോ വാട്ട് എവർ ഹാപ്പൻസ് അങ്ങനെ വരികയല്ലേ. അപ്പം നമുക്കും പേടിയാണ്, ദൈവമേ ആരെങ്കിലും ഇനി എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ചെയ്യുമോ, ആ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. അങ്ങനെയാണ് സ്കൂളിൽ ഇപ്പോൾ വിടുന്നത്. മീൻസ് അങ്ങനെയല്ല, അവർ നല്ലോണം പ്രൊട്ടക്ട് ചെയ്യും. ബട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയുമ്പോൾ ആസ് എ മദർ നല്ല മടിയുണ്ട്. അതെ, അല്ല ഇപ്പൊ മിക്ക പാരന്റ്സും ഫേസ് ചെയ്യുന്ന ഒരു ഇതാണ്. കാരണം ഇപ്പൊ ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ കാണുന്നു, ലൈക്ക് കുത്തിക്കൊല്ലുന്നു, സ്വയം സൂയിസൈഡ് ചെയ്യുന്നു. കാരണം
അച്ഛന്മാർക്ക് പിന്നെ അവര് വർക്കിന് പോകുന്നോണ്ട് അത്രയും ഇതല്ല, പക്ഷെ അമ്മമാരുടെ ഉള്ളിലായിരിക്കും ശരിക്കും അതിന്റെ ആ ഒരു തീ ഉള്ളത് അല്ലേ. സത്യമാണ്. കാരണം എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താ വെച്ചാൽ നമുക്ക് റൂൾസ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവണം. ഓക്കെ, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കപ്പെടും, അതിന് നല്ലൊരു ശിക്ഷ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ തെറ്റ് ചെയ്യാൻ കുറച്ചൊന്നും മടിക്കും അല്ലേ. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അയ്യോ ആ ടീച്ചറെ ഇന്ന് ചുട്ടട്ടി കിട്ടുട്ടോ, അതാണ് നമ്മളെ നല്ല രീതിയിലേക്ക് പോകാനുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ അടിയില്ല. ഇപ്പോൾ ഒരു റൂള് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു ചെറിയ മാറ്റം. മീൻസ് അടിക്കാം, വടിയെടുക്കാം എന്നൊക്കെ ഹൈക്കോടതി പറഞ്ഞു എന്നുള്ളത് ഞാൻ മിഞ്ഞാന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ കൂടെ നമുക്ക് ആ സ്ട്രിക്ട്നെസ് ഇല്ലാതെ ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നീ ആരാ ചോദിക്കാൻ, എനിക്ക് എന്തും ചെയ്യാം, ആ ഒരു ആറ്റിറ്റ്യൂഡ് വന്നാൽ പോയില്ലേ. അതും കുഞ്ഞി കുട്ടികളാ, ഒരു 15 years വരെ അറിഞ്ഞുകൊണ്ടായിരിക്കില്ലല്ലോ ചെയ്യാം, പ്രൊവോക്ഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കില്ലേ. ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ, നമ്മൾ ആരെ പറയും. കുട്ടികൾക്ക് ടീച്ചേഴ്സിനെ പോലും പേടിയില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ടീച്ചേഴ്സിന് സ്ട്രിക്റ്റ് ആവാൻ പറ്റില്ലല്ലോ. സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലൊക്കെ കയറേണ്ടി വരും. സോ അവര് നിസ്സഹായരാ. നമുക്ക് ആസ് എ ടീച്ചർ, ഐ വാസ് വർക്കിംഗ് ആസ് എ ടീച്ചറിനോ, അതുകൊണ്ട് നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ ചീത്ത പറയേണ്ടടുത്ത് ചീത്ത പറഞ്ഞേ പറ്റൂ. പക്ഷെ നിവൃത്തിയില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ആ റൂള് മാറി ചീത്ത പറയേണ്ടടുത്ത് ചീത്ത പറയണം. അപ്പോഴേ ആ കുട്ടികൾക്ക് ആ തെറ്റ് മനസ്സിലാവുള്ളൂ. മനഃപൂർവ്വം ചിലർ നമ്മളെ കെണിയിൽ പെടുത്തിയിട്ടുണ്ട്. ഇല്ല, അങ്ങനെ വന്നിട്ട് താങ്ക് ഗോഡ് ഇതുവരെ വന്നിട്ടില്ല. ചേച്ചി കുറച്ചും കൂടെ ഒന്ന് നോക്കിയിട്ടാണ് സർക്കിൾ ചൂസ് ചെയ്യുന്നത് അല്ലെ, കൂടെയുള്ള ആൾക്കാരെ. അതിന്റെ ഉള്ളിൽ ഒരു പേടി എല്ലാത്തിലും ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. അപ്പം അത് നോയായോണ്ട് ഒരു പണിഷ്മെന്റ് ഉണ്ട്. പറയൂ. ഓക്കെ, ഇതൊരു ആക്ടിങ് സെഗ്മെന്റ് ആണ്, തമിഴിലുള്ള ആക്ടിങ് ആണ്. എന്താന്ന് വെച്ചാൽ ഈ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യരുതെന്ന് തമിഴില് പറയണം. തമിഴില് ലൈക്ക് ആ ഒരു ആക്ടിങ്, ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഈ ഇന്റർവ്യൂ டெலிகாஸ்ட் செய்யறது. என்ன இந்த மாதிரி கேள்வி எல்லாம் கேக்குறீங்க? நான் சொன்னேன்ல முதல்லயே இந்த மாதிரி கேள்வி கேட்க கூடாதுன்னு. பின்ன ஏன் கேட்டீங்க? அம்மா ചെറിയ மிஸ்டேக் பண்ண. என்ன மிஸ்டேக்? அது சொல்லிட்டு தானே நான் இங்க வந்தேன். ப்ரொடியூசர் தந்த क्वेश्चन தான் எனக்கு தெரிய வேண்டாம், எனக்கு முடியாது, எனக்கு இது பிடிக்கல, இத delete பண்ணுங்க, otherwise நான் இங்க இருந்து எழுந்திருச்சு போவேன், அவ்வளவுதான். ப்ரொடியூசர் தானே क्वेश्चन தந்தக்கு, எனக்கு அறியத்தில்ல. நான் இங்க வரதுக்கு முன்னாடியே நான் சொன்னேன் இந்த மாதிரி முடியாதுன்னு. பின்ன என்ன இப்படி எல்லாம் கேக்குறீங்க? சேனல் தந்த क्वेश्चन தான், அது எனக்கு தெரிய வேண்டாம். ஐயோ பாருங்க, എനിക്ക് തമിഴ് അറിയത്തില്ല. പാവം മറിച്ചു പോയി. അയ്യോ, കിട്ടിയോ? വേണ്ട സാധനം കിട്ടിയില്ലേ? ഇങ്ങനെയാണ് ദിസ് ഇസ് ഹൗ വി വർക്ക് ഇൻ ഉപ്പുമുളക് ഓൾസോ. ഇതുപോലെ ഇങ്ങനെ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചിരിക്കും. നൈസ് നോ, ഞങ്ങളുടെ അവിടെ വരണം തോന്നുന്നില്ലേ? ഒരു വൈബ് സെറ്റ് ആയിരിക്കും എല്ലാവരും കൂടെ കൂടുമ്പോ. കാരണം നമ്മൾ അപ്പ സ്ക്രിപ്റ്റ് പഠിച്ച് അപ്പ ചെയ്യുന്ന, നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. അതും ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഇങ്ങനെ കണ്ടുണ്ടോന്നറിയില്ല, നമ്മുടെ മധുര മീനാക്ഷി അമ്മയായിട്ട് ചെയ്യാൻ പറ്റി. അപ്പം അതുവരെയും തമിഴ് പറഞ്ഞിരുന്ന ഒരാള് പെട്ടെന്ന് മധുര മീനാക്ഷി അമ്മയായപ്പോ മലയാളം പറയും. ഓക്കെ, അപ്പൊ പാറക്കുട്ടി എന്നോട് ചോദിച്ചു, മലയാളം അറിയോ? മലയാളം മറ്റും ഇല്ല, ഉലകത്തിലെ എല്ലാ ഭാഷയും തരും, പാൻ യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പാർക്കുട്ടി, അങ്ങനെയാണെങ്കിൽ സ്പാനിഷ് പറയോ? മീൻസ് ഔട്ട് ഓഫ് സ്പാനിഷ് പറഞ്ഞ ആന്റി, സ്പാനിഷ് ഒന്നും പറയാൻ പറ്റില്ല, പറഞ്ഞു. നമ്മളിപ്പോ ചേച്ചിയുടെ സീരിയലിലെ വിശേഷങ്ങൾ, ഉപ്പുമുളകിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നമുക്കിനി അറിയേണ്ട ചേച്ചിയുടെ സിനിമയിലത്തെ വിശേഷങ്ങളൊക്കെയാണ്. ഇപ്പൊ വാഴയിലത്തെ, എനിക്ക് തോന്നുന്നു വാഴ ലാസ്റ്റ് മിനിറ്റ് കാസ്റ്റിംഗ് ആണ്, തലേ ദിവസമാണ് അല്ലേ? അപ്പൊ ആ ഒരു മൂവി ഭയങ്കര സൂപ്പർ ഹിറ്റ് മൂവി, യങ്സ്റ്റേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവിയാണ്. അപ്പൊ അതിനകത്തേക്ക് ആ മൂവി ഇത്രയും എന്താ പറയാ, ആ ഒരു ക്യാരക്ടറിന് ഇത്രയും അപ്രിസിയേഷൻ കിട്ടും, ഈ മൂവി ഇത്രയും ആൾക്കാർ ഇത്രയും ഏറ്റെടുക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നോ? സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. അതാണ് എന്റെ ആൻസർ. ഓക്കെ, കാരണം ഇതിന്റെ വാഴയുടെ പ്രീമിയർ ഷോന് നമ്മളെ വിളിച്ചതാണ്. എനിക്ക് പോവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല, പറഞ്ഞ വിശ്വസിക്കുമോ? കാരണം എന്താ വെച്ചാ ഇപ്പൊ ജോമോനൊക്കെ ഭയങ്കര നല്ല, എല്ലാവരും അതിലെ ഭയങ്കര നല്ല, അതിന്റെ കൂട്ടത്തിൽ ഞാൻ പോയിട്ട് വല്ലതും കുളമാക്കോ? ഇൻഫാക്ട് ഇറ്റ്സ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ടു ഗോ ഫോർ എ പ്രീമിയർ ഷോ. പക്ഷെ അതിനകത്ത് ആ ചേച്ചിയുടെ ഒരു ഹിറ്റ് ഡയലോഗ് ഇല്ല, അതിപ്പോ ചേച്ചി ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞു, നിനക്ക് അതിനുള്ള കഴിവില്ലടാ, അത് ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് എല്ലാവരും, ഞാനൊക്കെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലൊക്കെ ഫുൾ കൈയടിയായിരുന്നു. ആ ഒരു ഭയങ്കര അടിപൊളി ഡയലോഗ്. ഏതാ ഡയലോഗ് ഒന്ന് പറയൂ?
അയ്യോ, നിനക്ക് പഠിക്കാനുള്ള കഴിവില്ല മോനെ. ഭയങ്കര സീരിയസ് ആയിട്ട് അത് പറയുന്നത്. പക്ഷെ ഉപ്പുമുളകും പരമ്പരയിലെ ചേലത്ത് തമിഴത്തി പെണ്ണിനെ നിറഞ്ഞ മനസ്സോടെയാണ് മലയാള ടെലിവിഷൻ ആസ്വാദകർ സ്വീകരിച്ചത്. ധാവണിയിൽ അതിസുന്ദരിയായി എത്തിയ കനകം ഉപ്പുമുളകിലും അതിഥി താരമായിട്ടാണ് വന്നു പോയത് എങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയാണ് താരത്തിന് ലഭിച്ചത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കനകത്തെ പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തു. രോഹിണി രാഹുൽ എന്ന താരമാണ് കനകമായി എത്തിയത്. തന്റെ അച്ഛന്റെ മരണം സംഭവിക്കുന്നത് മകൻ റോഹന് 2 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ്. ആ പ്രായത്തിലും ആ സംഭവം അവനെ ഏറെ തളർത്തിയിരുന്നു. മോന് ഒരു മാറ്റം ആ സമയത്ത് അനിവാര്യമായതിനാലാണ് രാരി രാരീരത്തിന്റെ ഓഡീഷനിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. അല്ലാതെ ഒരു മത്സരത്തിനായി പോയതല്ല. സെലക്ഷൻ ആകരുതേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായി അവിടേക്ക് എത്തപ്പെട്ടു. അവസാനം ടൈറ്റിൽ വിന്നറുമായി. പിന്നെ കരിയറിൽ നടന്നതെല്ലാം യാദൃച്ഛികം മാത്രമാണെന്നാണ് രോഹിണി പറയുന്നത്. ഒന്നിൽ കൂടുതൽ പരസ്യ ചിത്രങ്ങളിലാണ് പിന്നീട് എത്തപ്പെട്ടത്. അതെല്ലാം കരിയറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു.